സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതാണ് ഹക്കിന്റെ ആദ്യം. അല്ലാത്തവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഉലമ ആണ് ആ വിഭാഗം എന്ന് പറയുന്നത്. കേരളത്തിൽ ആ വിഭാഗം ആരാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഉലമ ആണ് എന്നതിൽ ഒരു സംശയമില്ലാത്ത. തങ്ങൾ പറഞ്ഞതാണ്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും ലാഹിരീന, സകല അസത്യങ്ങളെയും അടിച്ചമർത്തുന്നവർ, സകല അസത്യങ്ങളെയും അതിജയിക്കുന്നവർ ഒരു വിഭാഗം ഉണ്ടാകും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും ലാഹിരീന, സകല അസത്യങ്ങളെയും ജയിച്ചടക്കുന്നത്. അലൽ ഹക്കി, സത്യം കൊണ്ട്. ഇവിടെ അലാക്ക് ബീന്റെ മേനെ, ബാവിന്റെ മേനെയാണ്. സത്യം കൊണ്ട്. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാന്റെ ഉത്തരവ് വരുന്നത് വരെ, അതായത് ഖിയാമത്ത് നാൾ വരെ. ഖിയാമത്ത് നാൾ വരെ സകല അസത്യങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു ത്വായിഫത്ത് ലോകത്തുണ്ടാകും. ആരാണ് ആ ത്വായിഫത്ത്? ഇമാം ബുഖാരി തങ്ങൾ സംശയത്തിന് ഇടം നൽകാത്ത വിധം വ്യക്തമാക്കുകയാണ്, ഹുമുൽ ഉലമാഉ, ആ വിഭാഗം ഉലമ ആണ്. ഉലമ ആണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണം, ഈ ഹദീസ് പല തുറുക്കിൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല തുറുക്കുകളിലും ഈ ഹദീസ് തുടങ്ങുന്നത് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ആർക്കെങ്കിലും എല്ലാ ഖൈറും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവൻ ദീനിൽ അറിവുള്ളവനാക്കി തീർക്കും അവനെ. അപ്പൊ ഈ ഹദീസ് കൊണ്ടാണ് ഈ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഉലമ ആണ് ആ വിഭാഗം എന്ന് പറയുന്നത്. കേരളത്തിൽ ആ വിഭാഗം ആരാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഉലമ ആണ് എന്നതിൽ ഒരു സംശയമില്ലാത്ത. അതിന് പുറത്തുള്ളവരാരായാലും തരക്കേടിൽ അവരെക്കുറിച്ച് ശരിയായ പഠനം നടത്തിയാൽ ആ തായിഫത്തിന് പുറത്താണ് എന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അപ്പം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതാണ് ഹക്കിന്റെ ആദ്യം. അല്ലാത്തവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ സൂക്ഷിക്കേണ്ടതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ് പേര് അറിയില്ല, ആരാണ്? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. എല്ലാവർക്കും സുപരിചിതമാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണ്. അത് പല സ്റ്റേജിൽ വെച്ച് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, കുത്തുബീങ്ങളിൽപ്പെട്ട ആള്. കുത്തുബീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കുത്തുബീങ്ങൾ അത് ഈ ഉമ്മത്തിൽ എക്കാലത്തും 1,24,000 ഔലിയാക്കൾ ഉണ്ടാകും. എക്കാലത്തും അവരുണ്ടാകും. അവരിൽ ഒരാൾ വഫാത്തായാൽ അവരെ മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളെ നിയമിക്കും. അങ്ങനെ അംബിയായിന്റെ എണ്ണം കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 1,24,000 ഔലിയാക്കൾ ഉണ്ടാകും. അവർക്ക് എല്ലാ ഭാഗങ്ങളിലും നേതാക്കൾ ഉണ്ടാകും. ആ നേതാക്കൾക്കാണ് കുത്തുബീങ്ങൾ എന്ന് പറയുന്നത്. ഈ 1,24,000 ആളുകൾക്കും വേണ്ടി വലിയൊരു നേതാവ് ഉണ്ടാകും. ആ നേതാവിനാണ് കുത്തുബുൽ അഖ്താബ്, ഔസുൽ ആളം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ആരാണ്? ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ മഹാനവറുകളുടെ കാലത്ത് എല്ലാ ഔലിയാക്കളുടെയും നേതാവായിരുന്നു. അങ്ങനെ എക്കാലത്തും ഈ നേതാക്കൾ ഉണ്ടാകും. അപ്പോ മുല്ലക്കോയത്തങ്ങളെ പറ്റി എന്താ പറഞ്ഞേ? കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണെന്ന്. അതെങ്ങനെ തിരിയല്? ഈ ഔലിയാക്കൾ അള്ളാഹു മറച്ചു വെച്ചതാണ്. അള്ളാഹു പലതും മറച്ചു വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ ലൈലത്തുൽ ഖദർ അറിയാലോ, അള്ളാഹു മറച്ചു വെച്ചതാണ്. എന്തിന്? റമദാനിലെ എല്ലാ രാത്രിയും അതിങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ടി, അല്ലേ? അതുപോലെ വെള്ളിയാഴ്ച ദുആക്കുത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്, ചെറിയൊരു സമയം. ഏതാണെന്ന് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. വെള്ളിയാഴ്ച മുഴുവനും മൂമിനുകൾ ആ സമയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി. അതുപോലെ പലതും മറച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മരണസമയം അത് അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്നു. മരണത്തിൻ്റെ സമയം, അതിൻ്റെ സ്ഥലം എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്.
തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞെന്ന് മാത്രമല്ല, ഓരോരുത്തരുടെയും മരണ തീയതിയും സമയവും ഒക്കെ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. വായിക്കാൻ കഴിയുന്ന ചില ആളുകളുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് കാലേ കൂട്ടി പറഞ്ഞതുമുണ്ട്. ഏതായാലും പൊതുവെ അതെന്താണ്, ആ സമയം മറച്ചു വെച്ചതാണ്. അതെന്തിന്? ഏത് സമയത്തും നാം മരണത്തിന് തയ്യാറെടുത്ത് നിൽക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഒരമലുണ്ട്, അത് ചെയ്താൽ സ്വർഗം, ഉറപ്പായിട്ട് സ്വർഗം കിട്ടും. ഏതാണ് ആ അമല്? അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല. അതെന്താ? സാലിഹായ അമലുകളെല്ലാം ചെയ്യണം ഈ അമല് പ്രതീക്ഷിച്ചുകൊണ്ട്. അതുപോലെ മനുഷ്യൻ ചെയ്യുന്ന കുറ്റങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുറ്റമുണ്ട്, ആ കുറ്റം ചെയ്താൽ നരകം ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ഏതാണ് ആ കുറ്റം എന്ന് പറഞ്ഞു തന്നിട്ടില്ല. എന്തിന്? കുറ്റങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു അവൻ്റെ ഔലിയാക്കളെയും മറച്ചു വെച്ചതാണ്. എന്തിനാ? അത് മുഅ്മിനീങ്ങളെല്ലാവരും തമ്മിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും വേണ്ടി. കാരണം അത് ആരും ആകാം, മുഅ്മിനീങ്ങളിൽ ആരും ആകാം. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് വേണോ, ഇതൊരു പക്ഷേ അക്കൂട്ടത്തിൽ പെട്ടതാണോ? അപ്പോൾ മുഅ്മിനീങ്ങളെല്ലാവരും തമ്മിൽ എപ്പോഴും സ്നേഹത്തിലും ബഹുമാനത്തിലും കഴിച്ചു കൂട്ടാൻ വേണ്ടിയാണ് അള്ളാഹു ഔലിയാക്കളെയും മറച്ചു വെച്ചത്. പക്ഷെ ചിലര് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. അതധികവും വെളിവാകലെങ്ങനെ? കറാമത്തുകൾ കൊണ്ടും മറ്റുമൊക്കെ. അതാണ് വലിയ പലരും വെളിവായത്. അപ്പൊ അക്കൂട്ടത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണെന്നല്ലേ പറഞ്ഞത്. അത് മഹാനവറുകളുടെ ജനനം, ആ ജനിച്ച ആ സമയം മുതൽ അവസാന നിമിഷം വരെയുള്ള ആ ജീവിതത്തിലുണ്ടായ ഒരുപാട് കറാമത്തുകൾ, കുറേ ദിവസം വാതു വരാനുള്ള കറാമത്തുകളാണ്. ആ കൂട്ടത്തിൽ ഒരു ബറക്കത്തിന് വേണ്ടി ഒന്ന് പറയാം. മഹാനവറുകൾ അവിടുത്തെ വഫാത്തിനടുത്തൊരു ഘട്ടത്തിൽ കോഴിക്കോട് ഒരു രാത്രി മഗ്‌രിബിന് ശേഷം ഒരു സദസ്സിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം നിർത്താനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് ദ്വാരക്കാം. കാരണം കുറേ ആളുകളുണ്ടല്ലോ, 40 മൂമിനുകൾ ഒരു മജ്‌ലിസിലുണ്ടായ ദുആക്കുത്തരം കിട്ടുന്ന കുറേ ആളുണ്ടാവും, ഒരാൾ ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, തങ്ങളെ ആ ഒരാൾ ഈ മജ്‌ലിസിൽ ആരാണ് എന്ന്. അതിപ്പോ അത് അറിയില്ല എന്ന് പറയാൻ കഴിയുമോ? അറിയുന്ന ആൾക്കൊക്കെ അറിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അവർ പറഞ്ഞ്, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വബി നിസ്കരിച്ച ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ, എഴുന്നേറ്റ് നിന്നേന്ന് പറഞ്ഞു. ഒരു പറയുമ്പോൾ എഴുന്നേറ്റ് കത്തിരിക്കാൻ കഴിയില്ലല്ലോ. ഒരു സാധു മനുഷ്യൻ, മൂപ്പരെ പറ്റി അങ്ങനെ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വബയും, മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വബയും, മദീനയിൽ മസ്ജിദുൻ നബവിയിൽ വെച്ച് ളുഹറും, അങ്ങ് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് ആസറും നിസ്കരിച്ച മഹാനായ തങ്ങളോടുകൂടി സ്വബം നിസ്കരിക്കാം മസ്ജിദുൽ ഹറാമിൽ ഞാനും ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ഇതേതാ കാലം? ഇന്നൊക്കെ അന്ന് വിമാനമൊന്നും ഉണ്ടായിരുന്ന കാലമല്ല. അതാണ് ആര്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ആ മഹാനവറുകളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ എന്ന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മഹാനാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകിയത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാർ, തങ്ങന്മാർ, അവരെല്ലാം കൂടി കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ കമ്മിറ്റിക്ക് രൂപം നൽകി. ആ കമ്മിറ്റിയിലെ ആദ്യത്തെ 40 മഹാന്മാർ, ആ 40 മഹാന്മാരുടെ കൂട്ടത്തിൽ വലിയ മഹാത്മാക്കളാണ്. ആ കൂട്ടത്തിൽ അവസാനം വഫാത്തായ ആളാണ്. അന്നത്തെ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ 40 ആളുകളുള്ള ലിസ്റ്റ്, ആ ലിസ്റ്റിൽ നിന്ന് അവസാനം വഫാത്തായതാരാ പറയാൻ കഴിയുക? റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്.
ആ കമ്മിറ്റിയുടെ പ്രസിഡന്റായിക്കൊണ്ട് തന്നെയാണ് വഫാത്തായത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. തങ്ങൾ എഴുതിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിന് കണ്ണിയത്തുസ്താദിനെ ഒഴിച്ചു നിർത്താൻ ആർക്കും സാധിക്കില്ല. അതിൻ്റെ പ്രസിഡന്റായിക്കൊണ്ട് തന്നെ മഹാനവറുകൾ വഫാത്താവുകയുണ്ടായി. ആ കമ്മിറ്റി ഞാൻ നിർത്തുകയാണ്. ആ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ട് അവസാനം മഹാനവറുകൾ ഒരു ദുആ, മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ആയിരുന്നു. ആ ദുആ അവസാനിച്ചത് ഇങ്ങനെയായിരുന്നു. നേരെ ആ ദുആനെ പറ്റി പലരും പല ലഫ്ളുകൾ പറയലുണ്ട്. ഇത് നേരെ ശംസുൽ ഉലമയിൽ നിന്നും ആ മജ്ലിസിലുണ്ടായിരുന്ന ചില ഉസ്താദുമാരിൽ നിന്ന് നേരെ കിട്ടിയതാണ്. എന്താ ദുആർന്നെന്നറിയോ? റബ്ബുൽ ആലമീനായ നാഥ, ഈ കേരളത്തിൽ പരിശുദ്ധമായ ഇസ്ലാം ദീൻ, സുന്നത്ത് ജമാഅത്ത് അത് അതിൻ്റെ ശരിയായ രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിന്റെ ഉലമാക്കൾക്ക് ഞാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ. റബ്ബുൽ ആലമീനായ നാഥ, ആ കമ്മിറ്റിയുടെ പിന്നിൽ അണിനിരക്കുന്നവർക്ക് മഹ്ദിമാമിൻ്റെ പിന്നിൽ അണിനിരക്കാൻ നീ തൗഫീക്ക് ചെയ്യണേ. എല്ലാവരും ദുആയിരുന്നു. വലിയ സന്തോഷമുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ആ സന്തോഷം അള്ളാഹു പൂവണിയിക്കട്ടെ.